നമസ്കാരം. ഒരു ഗൃഹവൈദ്യം എന്ന നിലയിൽ നമ്മുടെ വീട്ടിൽ സൂക്ഷിക്കാൻ പറ്റിയ ഏറ്റവും കോമൺ ആയതും എന്നാൽ ഏറ്റവും ഗുണപ്രദമായുള്ള 2 മരുന്നിനെ പറ്റിയാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഒന്ന് ധന്വന്തരം ഗുളിക, മറ്റൊന്ന് ദശമൂലാരിഷ്ടം. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ആദ്യം നമ്മൾ പറയാൻ പോകുന്നത് ധന്വന്തരം ഗുളികയെ പറ്റിയാണ്. ആ പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം ലോർഡ് ധന്വന്തരിയുടെ പേരാണ് ആ മരുന്നിനുള്ളത്. അപ്പോൾ അത്രത്തോളം ഇമ്പോർട്ടൻസ് ആ ഒരു മരുന്നിന് നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഇത് പ്രധാനമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്തെങ്കിലും ദഹന സംബന്ധമായ പ്രശ്നം ഉണ്ടെങ്കിൽ, നമ്മുടെ എന്തെങ്കിലും ഏമ്പക്കം വരിക, ദഹിക്കാതിരിക്കുക, രുചിക്കുറവ് അനുഭവപ്പെടുക, വയറ് വീർത്ത് കിട്ടുക, എന്തെങ്കിലും ഹെവി ആയിട്ടുള്ള ആഹാരങ്ങൾ, അതായത് നമ്മളിപ്പോൾ നോൺ വെജോ അങ്ങനെ എന്തെങ്കിലും ബിരിയാണിയൊക്കെ കഴിച്ചിട്ട് ഭയങ്കര ഹെവി ആയിട്ടുള്ള ഒരു ആഹാരം കഴിക്കുമ്പോൾ നമുക്കൊരു വയറിനൊരു വീർത്ത് കിട്ടിയ പോലെ ഒരു ബലം പോലെയൊക്കെ തോന്നില്ലേ, അങ്ങനത്തെ കണ്ടീഷൻസിലൊക്കെ നമുക്ക് ഈ ധന്വന്തരം ഗുളിക കഴിക്കാവുന്നതാണ്. ഈ ധന്വന്തരം ഗുളിക നിർമ്മിക്കാനായിട്ട് 13ഓളം ഔഷധങ്ങളാണ് ഉപയോഗിച്ചിട്ടുള്ളത്. പ്രധാനമായിട്ടും ചുക്ക്, കടുക്, ഏലയ്ക്ക പോലുള്ള ഔഷധങ്ങൾ ഇതിലുണ്ട്. അതുകൊണ്ട് തന്നെ ഏമ്പക്കം പോലുള്ള പ്രശ്നങ്ങൾ, അതുപോലെ അമിതമായ വിയർപ്പ്, വിശപ്പില്ലായ്മ പോലുള്ള പ്രശ്നങ്ങൾക്ക് നമ്മൾ ധന്വന്തര ഗുളിക കഴിക്കുന്നത് വളരെ നല്ലതാണ്. അതുപോലെ ഇത് കഴിക്കേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് ചവച്ചരച്ച് കഴിക്കാം. അല്ലെങ്കിൽ ഇത് ജീരകവെള്ളത്തിൻ്റെ കൂടെയോ അല്ലെങ്കിൽ ഇത് കഴിച്ചതിന് ശേഷം കുറച്ച് ഇളം ചൂടുവെള്ളം കുടിക്കുന്നതൊക്കെ വളരെ നല്ലതായിരിക്കും. രണ്ടാമത്തെ ഔഷധമാണ് ദശമൂലാരിഷ്ടം. ദശമൂലം എന്ന് പറഞ്ഞാൽ ദശ എന്ന് പറഞ്ഞാൽ 10 മൂലം എന്ന് പറഞ്ഞാൽ വേരുകൾ. അപ്പോൾ 10 ഔഷധ ഗുണമുള്ള വേരുകൾ ഉപയോഗിച്ചിട്ടാണ് ദശമൂലാരിഷ്ടം ഉണ്ടാക്കിയിട്ടുള്ളത്. ഇതിൻ്റെ കൂടെ തന്നെ 60ഓളം ബാക്കിയുള്ള മരുന്നുകളും പിന്നെ തേന്, മുന്തിരി, ശർക്കരയൊക്കെയാണ് ഈ ദശമൂലാരിഷ്ടത്തിൻ്റെ മെയിൻ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ്. ഇത് പ്രധാനമായിട്ട് നമ്മൾ കൊടുക്കുന്നത് എന്താ വെച്ചാൽ ഗ്രഹണി, അതായത് ഇടയ്ക്ക് ലൂസ് മോഷൻ ആയിട്ട് അല്ലെങ്കിൽ ഇടയ്ക്ക് കോൺസ്റ്റിപ്പേഷൻ ആയിട്ടുള്ള ഒരു കണ്ടീഷനാണ് ഗ്രഹണി എന്ന് പറയുക. അപ്പോൾ ഈ ഒരു അസുഖത്തിനാണ് നമ്മൾ മെയിനായിട്ട് ദശമൂലാരിഷ്ടം നൽകി വരാറുള്ളത്. പക്ഷെ ഇത് നമ്മുടെ ക്ഷീണം അല്ലെങ്കിൽ ഒരു വിലക്കുറവ് അങ്ങനത്തെ പ്രശ്നങ്ങൾക്കും ആളുകൾ ഉപയോഗിക്കാറുണ്ട്. അതേപോലെ വായു, കോപം, ഛർദ്ദിക്കാൻ വരിക, അതുപോലെ പ്രസവാനന്തര ശുശ്രൂഷയിൽ നമ്മൾ ജീരകാരിഷ്ടത്തിൻ്റെ കൂടെയൊക്കെ ദശമൂലാരിഷ്ടം കൊടുക്കാറുണ്ട്. അത് ഈ ഡൈജഷനും അതുപോലെ ക്ഷീണം, തളർച്ചയൊക്കെ വളരെയധികം ഹെൽപ്പ് ചെയ്യും. ദശമൂലം ഉള്ളതുകൊണ്ട് തന്നെ ശ്വാസകോശ സംബന്ധമായ പ്രശ്നങ്ങൾക്കും അതുപോലെ തന്നെ വാതരോഗങ്ങൾക്കും ഇത് വളരെ നല്ലതാണ്. ഈ ഒരു ദശമൂലാരിഷ്ടം മറ്റു മരുന്നുകളുടെ കൂടെ കൊടുക്കുമ്പോഴാണ് ഇതിൻ്റെ ഒന്നും കൂടി എഫക്റ്റ് ഉണ്ടാവുക ഈ ഒരു കണ്ടീഷൻസിലൊക്കെ. അതേപോലെ ഇത് നല്ല ടേസ്റ്റിലൊരു മരുന്നായതുകൊണ്ട് തന്നെ പല ആളുകളും ഇത് ഒരു അളവില്ലാതെ കഴിക്കാറുണ്ട്. പക്ഷെ അത് ഒരിക്കലും നല്ലതല്ല. എന്തിനും ഒരു നിശ്ചിതമായ അളവുണ്ട്. അത് ഡോക്ടറുടെ പ്രിസ്ക്രിപ്ഷനിലാണ് നമ്മൾ ആ അളവിൽ കഴിക്കേണ്ടത്. അതിൽ കൂടുതൽ കഴിക്കുകയാണെങ്കിൽ നമുക്ക് നെഞ്ചിരിച്ചിൽ പോലുള്ള പ്രശ്നങ്ങൾ വരാനുള്ള ചാൻസും ഉണ്ട്.